പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാവർക്കും എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുദിനം നമ്മുടെ ചിന്തനങ്ങൾക്കകത്ത് ദൈവവചനത്തിന്റെ ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രത്യേകത നിറഞ്ഞതാണ്. വ്യത്യസ്തമായ അനുഭവത്തിന് നമുക്ക് അതിനെ തരണം ചെയ്യാനും അതിനകത്ത് വിജയകരമായ അനുഭവങ്ങളെ നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുന്നത് വചനത്തിന്റെ ധ്യാനമാണ്. തീർച്ചയായിട്ടും അടുത്തൊരു വചനത്തിലേക്ക് ഞാൻ കടക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. നമ്മുടെ വ്യത്യസ്തമായ ജീവിത ശൈലിക്കകത്ത് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ മാനിക്കാൻ, നമ്മളെ നിലനിർത്താൻ ആ ദൈവം ശക്തനാണ്. ആ ദൈവത്തിന്റെ വചനത്തിന് ആ ശക്തിയുണ്ട്. അതുകൊണ്ട് ആ വചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെ വായിച്ചു തുടങ്ങുകയാണ്. 14-ന്റെ 26-ാമത്തെ വാക്യം, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മ വളരെ വ്യക്തതയോടെ പറയുകയാണ്, യഹോവ ഭക്തന്മാർക്ക് ദൃഢധൈര്യമുണ്ട്. അതേ പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്കെല്ലാം യഹോവ ഭക്തന്മാരെ കുറിച്ചുള്ള ഒരു പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും എല്ലാ തലത്തിലും ആരുടെങ്കിലൊക്കെ ആവശ്യങ്ങൾ, സപ്പോർട്ടുകൾ, ഇല്ലെങ്കിൽ ബലഹീനതകൾ, കുറവുകളൊക്കെ ഉള്ളവരാണ് മനുഷ്യർ എന്ന് പറയുന്നത്. ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ എല്ലാവരും ബലഹീനതരാണ്, ഇല്ലെങ്കിൽ ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ എല്ലാവരും അല്പ കുറവുകളുള്ളവരാണ്. ഒരാൾക്ക് ജ്ഞാനത്തിൽ കുറവുണ്ടെങ്കിൽ ഒരാൾക്ക് സമ്പത്തിൽ ആയിരിക്കാം കുറവുള്ളത്, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആരോഗ്യത്തിലായിരിക്കും കുറവുള്ളവര്. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു മേഖലകൾക്കകത്ത് കുറവില്ലാത്ത ഒരു മനുഷ്യനെ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്ക് ഈ ലോകത്തിൽ കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ദൈവത്തിൽ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥമായ ഒരു ജീവിതത്തെ ജയത്തോടെ നടത്തുവാനായിട്ട് കഴിയുന്നുള്ളൂ. ഇവിടെ വചനം വളരെ വ്യക്തതയോടെ പറയുകയാണ്, യഹോവ ഭക്തന്മാർക്ക് ദൃഢധൈര്യമുണ്ട്. അപ്പൊ ഒരു ധൈര്യത്തോടെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത കാര്യത്തിനകത്ത് വിജയം ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ. ദൃഢധൈര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ എല്ലാം ജീവിതത്തിൽ ആവശ്യമാണ്. ധൈര്യമില്ലാത്ത ഒരാൾക്ക് ഒരു മേഖലകൾക്കകത്തും വിജയം ഏറ്റെടുക്കാൻ കഴിയത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അവന് വിജയത്തിലേക്ക് എത്തിക്കത്തില്ല. പക്ഷെ ദൃഢധൈര്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനകത്ത് സ്വല്പ പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഒരുപക്ഷെ അതിനകത്ത് വേഗത്തിൽ സഡൻലി ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ധൈര്യമുണ്ടെങ്കിൽ അതിനകത്ത് നാം എടുക്കുന്ന തീരുമാനത്തിനകത്ത്, ഇല്ലെങ്കിൽ നാം ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികൾക്കകത്ത് തീരുമാനത്തിനകത്ത് ഒരു ഭയങ്കര ദൃഢതയുണ്ടെങ്കിൽ, ഒരു ധൈര്യമുണ്ടെങ്കിൽ ആ കാര്യം വിജയത്തിനകത്തേക്ക് തന്നെയായിരിക്കും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് വളരെ ഗൗരവകരമായിട്ട് എനിക്ക് പറയാൻ കഴിയും. ഇവിടെ വചനം പറയാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ മുൻപിൽ, കാരണം യഹോവയാണ് അവർക്ക് ആ ധൈര്യം കൊടുക്കുന്നത്. ഒരുപക്ഷെ കുറവുകൾ ഒരുപാടുണ്ടായിരിക്കാം, ബലഹീനതകൾ ഒരുപാട് ആ മനുഷ്യന്റെ ജീവിതത്തിനകത്തുണ്ടാകും. ഏതെങ്കിലുമൊക്കെ മേഖലകൾക്കകത്തും പരാജിതനായിരിക്കും. പക്ഷെ ദൈവാത്മാവ് വളരെ വ്യക്തമായി പറയും, പരാജയം എന്ന് ഞാൻ പറയുമ്പോൾ അവനെ സമ്മർദ്ദപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ച് ദൈവം പറയുകയാണ്, ഏതൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞാലും യഹോവ ഭക്തനായിരുന്നാൽ ദൃഢധൈര്യം കർത്താവിന് കൈമാറും. അത് ദൈവത്തിന്റെ ധൈര്യമാണ്. എല്ലാം ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ധൈര്യമാണ് ആ മനുഷ്യന്റെ മേൽ കർത്താവ് കൈമാറും. നമുക്കറിയാം, മോശയെ കുറിച്ച് നമുക്കറിയാം. മോശ വിക്കനാണെന്ന് പറഞ്ഞ് ദൈവം ഏൽപ്പിച്ച പദ്ധതിക്കകത്ത് നിന്ന് മാറി സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് മോശ എന്ന് പറയുന്നത്. താൻ വിക്കൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ദൈവം പറയാൻ, നീ വിക്കൻ എന്ന് പറയാനല്ല, ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കാണിക്കാൻ പാകത്തിനാണ് ദൈവം അവനെ എഴുന്നേൽപ്പിക്കാൻ ഇടയായത്. ആ ബലഹീന ദൈവം മാറ്റിയിട്ട് ദൈവത്തിന്റെ ബലമുള്ള ധൈര്യം കർത്താവിന്റെ മേൽ കൈമാറുകയാണ്. വിക്കുള്ളവൻ ആരും ഒരാളുടെ മുൻപിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടാറില്ല. ഒരാളെ നടത്താനോ ഗൈഡ് ചെയ്യാനോ അവന് കഴിയത്തില്ല. പക്ഷെ മോശയെ സംബന്ധിച്ച് അവനൊരു ഗ്രേറ്റ് ലീഡർ ആകുകയാണ്. അധികാരികളുടെ മുമ്പിൽ ചെന്ന് പറയാൻ പാകത്തിന് അവന് കർത്താവ് ധൈര്യം കൊടുക്കുകയാണ്. ആ ശക്തി അവന്റെ മേൽ കൈമാറുകയാണ്. ദൈവം അവനോട് കൂടെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഏതെങ്കിലുമൊക്കെ കുറവ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ യഥാർത്ഥമായ ഒരു സക്സസിലേക്ക് കയറി വരാൻ കഴിയത്തില്ല. പക്ഷേ യഹോവ തരുന്ന ദൃഢധൈര്യത്തിലേക്ക് ഒന്ന് കയറി വരാമോ? യഹോവ ഭക്തനായിട്ട് നിൽക്കാൻ കഴിയുമോ? എന്നാൽ ദൈവം പറയുകയാണ്, ദൃഢധൈര്യമുണ്ട്. യഹോവ ഭക്തന്മാർക്ക് ദൃഢധൈര്യമുണ്ട്. മാത്രമല്ല അവനെ പറ്റി പറയാൻ, അവരുടെ മക്കൾക്കും ശരണമുണ്ടാകും. അവരുടെ മക്കൾക്കും ആ ധൈര്യത്തിനകത്ത് നിൽക്കാൻ കഴിയും. ആ ധൈര്യത്തിനകത്ത് അവരേറ്റെടുത്ത വിജയത്തിനകത്ത് ഈ മക്കൾക്കും തുടരാൻ കഴിയും. അവർക്കും ശരണമുണ്ടാകും. അവരെ ആശ്രയിക്കാനിടയായി തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാത്രമല്ല, യഹോവ ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമുണ്ട്. മാത്രമല്ല നമ്മുടെ മക്കൾക്ക് കൂടി ശരണമാകത്തക്ക രീതിയിൽ ഒരു വലിയ ധൈര്യത്തോടെ, ദൃഢതയോടെ മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ എല്ലാവരും ഒരുപോലെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.